നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, സാധാരണയായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒ.പി.ക്ക് വന്ന ഒരു പേഷ്യൻ്റെ കാര്യമാണ്. 8 വയസ്സുള്ള ഒരു കുട്ടി, ആൺകുട്ടിയാണ്. അപ്പോൾ അവൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അവന് ഇടത്ത് വശത്തെ വൃഷണത്തിന് വേദന, ചിലപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറി വേദന വരും. അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം 5-6 പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞു. ഓരോ പ്രാവശ്യം വേദന വരുമ്പോൾ അവൻ എവിടെയെങ്കിലും അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കും. അങ്ങനെ 2-3 ഹോസ്പിറ്റൽ മാറി കാണിച്ചു നോക്കി. എല്ലാവരും നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേദന അങ്ങ് മാറുന്നു. വേദന മാറുമ്പോൾ വീട്ടിൽ പോകും. പക്ഷേ പിന്നെയും എപ്പോഴാണെന്ന് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ രാത്രിയിലായിരിക്കും, ചിലപ്പോൾ പകലായിരിക്കും. പിന്നെ അവന് വേദന വരുമ്പോൾ അവൻ പറയുന്നത് വളരെ സഹിക്കാൻ വയ്യാത്തൊരു വേദനയാണ്. അപ്പോൾ അവന് ഒരു ഒപ്പീനിയന് വേണ്ടി കൊണ്ടുവന്നു. നമ്മളിവിടെ വന്നു നിർത്തി എല്ലാം നോക്കി കാര്യങ്ങളൊക്കെ അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഡെഫിനറ്റായിട്ടും വേദനയുണ്ട്, ചുമ്മാ അത് പറയുകയല്ല എന്ന് മനസ്സിലായി. വേദനയുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വേദന എന്നുള്ള കാരണങ്ങൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേ അവൻ്റെ 2 ടെസ്റ്റീസും ഉണ്ട്. പക്ഷെ ആ ഭാഗത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ വേദനയുടെ ഒരു സ്ഥലം അവൻ കാണിച്ചു തന്നു. അപ്പോൾ ആ സ്ഥലം കാണിച്ചു തന്നപ്പോഴേ അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നോക്കുമ്പോൾ അവിടെ കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷേ അവനോടൊന്ന് ചുമയ്ക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു ബൾജ് പോലെ വന്നു. ചുമയ്ക്കുമ്പോൾ ഒരു ബൾജ് പോലെ അത് അപ്പോൾ അവൻ പറഞ്ഞത് കറക്റ്റ് അതേ സ്ഥലത്താണ് എനിക്ക് വേദന എന്ന് പറഞ്ഞു. അത് ഈ ഒരു ബിമോണോസീൽ എന്നതിന് വേണേൽ പറയും. ബിമോണോസീൽ എന്ന് പറയുന്നത് ഹെർണിയയുടെ ഒരു ഏർലി സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു ഹെർണിയയുടെ ഒരു ഏർലി സ്റ്റേജിൽ എന്തെങ്കിലും അവന് സ്ട്രെയിൻ ചെയ്യുമ്പോഴോ കളിക്കാൻ പോകുമ്പോഴോ ആയിരിക്കും പെയിൻ വരുന്നത്. ഞാനത് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ, എന്തെങ്കിലും ഒരു സ്ട്രെയിൻ വരുമ്പം ഈ പെയിൻ ശ്രദ്ധിക്കും. പക്ഷേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴോ ഒന്നും കാണത്തില്ല. ഇതൊരു സാധാരണ പിള്ളേരിലൊക്കെ കാണുന്നതാണ്. അത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മാത്രമേ ഇതാണോ അതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. ചിലപ്പോൾ ഈ ഒരു ഏർലി ഹെർണിയ ചിലപ്പോൾ നമുക്ക് മിസ് ചെയ്യാം. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നില്ല. പക്ഷേ അത് ഇങ്ങനെയുള്ള ഓരോ ടെസ്റ്റുകൾ നമ്മൾ നോക്കി ഒബ്സർവ് ചെയ്തിട്ട് ഹെർണിയ ആണെന്നുള്ളത് കൺഫേം ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം. അവന് പെയിൻ മാറണമെങ്കിൽ അത് ചെയ്യണം. അല്ലെങ്കിൽ ഇത് പിന്നെയും ബൾജ് കൂടി വരും. സാധാരണ വല്ല സൈക്കിൾ ചവിട്ടുന്ന പിള്ളേരോ അല്ലെങ്കിൽ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്ന പിള്ളേർക്കോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു സ്ട്രെയിൻ വരുമ്പോൾ ഇത് ബൾജ് വരുന്നത്. പക്ഷേ ഇതിനെക്കാട്ടിൽ ഇതിൻ്റെ കൂട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഭാഗമാണ് നമുക്ക് ചിലപ്പോൾ മിസ് ചെയ്ത് പോകുന്ന ഒരു സബ് ക്ലിനിക്കൽ ടോർഷൻ എന്ന് പറയുന്ന ഈ മണി ചിലപ്പോൾ അങ്ങോട്ട് ഒരു വശത്തോട്ട് തിരിയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും അവന് ഈ പറഞ്ഞ പോലെ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ കളിക്കാൻ പോകുമ്പോഴോ സൈക്കിൾ ചവിട്ടുമ്പോഴോ തിരിയുമ്പം അന്നേരത്തേക്ക് ഒരു പെയിൻ വരും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് തിരിച്ചങ്ങ് പഴയ രീതിയിൽ വരും. അപ്പോൾ നോക്കുമ്പോൾ പെയിനും കാണത്തില്ല. അത് സബ് ക്ലിനിക്കൽ ടോർഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ എന്താണെന്ന് നമ്മൾ നോക്കിയാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രണ്ടും വേറെയാണ്. സബ് ക്ലിനിക്കൽ ടോർഷൻ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ ഉള്ളപ്പം അൾട്രാസൗണ്ട് സ്കാനിങ് ഡോപ്ലർ ചെയ്ത് നോക്കിയാൽ ടോർഷൻ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടോർഷൻ ഡയഗ്നോസ് ചെയ്താൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം ടോർഷൻ ആണെങ്കിൽ. ഈ ബിബണോസിയിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. വലിയ പ്രോബ്ലം ഉണ്ടായില്ല, ചിലപ്പോൾ ആ ബിബണോസിയിൽ തന്നെയാണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. സർജറി മാത്രമേ ഉള്ളൂ ഹെർണിയയ്ക്ക് ട്രീറ്റ്മെൻറ്റ്. ടോർഷനും സർജിക്കൽ കറക്ഷൻ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതേതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം, ഡയഗ്നോസ് ചെയ്യണം. ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റ പ്രാവശ്യത്തെ വിസിറ്റിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ആയിട്ട് സെയിം ഡോക്ടറെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. നന്ദി. മറ്റൊരു വിഷയം വീണ്ടും